VSP മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കേരളത്തിലെ 30 ലക്ഷത്തോളം വരുന്ന കർഷക ഗുണഭോക്താക്കളും കിസാൻ സമ്മാൻ നിധിയുടെ 16ാം ഗഡു വിതരണത്തിനായി കാത്തിരിക്കുകയാണ്. ലോക്സഭാ ഇലക്ഷൻ 3 മാസങ്ങൾക്കുള്ളിൽ ഉണ്ടാകുമെന്നാണ് റിപ്പോർട്ടുകൾ. അതിനു മുൻപ് തന്നെ 16ാം ഗഡു വിതരണത്തിന്റെ ഉത്തരവ് കേന്ദ്ര സർക്കാർ പ്രഖ്യാപിക്കും. ഫെബ്രുവരി മാസത്തിൽ 16ാം ഗഡു വിതരണം ചെയ്യുമെന്നാണ് ഇപ്പോൾ വരുന്ന അറിയിപ്പുകൾ. എന്നാൽ അതിനു മുൻപായി എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങളാണ് വീഡിയോയിൽ വ്യക്തമാക്കുന്നത്. വിവിധ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ അറിയിപ്പുകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതിന് വേണ്ടി ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഉപയോഗിക്കുക. നമ്മുടെ സംസ്ഥാനത്ത് 30 ലക്ഷം വരുന്ന കർഷകരിൽ 5 ലക്ഷത്തോളം കർഷകർക്ക് ആനുകൂല്യം മുടങ്ങിയിട്ടുണ്ട്. തിരുവനന്തപുരം 21,000-ഓളം വരുന്ന ആളുകൾ, ആലപ്പുഴ 20,000-ഓളം വരുന്ന ആളുകൾ, തൃശൂർ 34,000-ഓളം വരുന്ന ആളുകൾ. ഇതേ രീതിയിൽ മറ്റു ജില്ലകളിലെ ഗുണഭോക്താക്കൾക്കും ആനുകൂല്യങ്ങൾ മുടങ്ങിയിട്ടുണ്ട്. കാരണം മറ്റൊന്നുമല്ല, കിസാൻ സമ്മാൻ നിധിയുടെ ആനുകൂല്യം ആധാർ അധിഷ്ഠിത വിതരണ രീതിയിലേക്ക് മാറിയപ്പോൾ, അതായത് നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് വിവരങ്ങൾ നൽകിയിട്ടുണ്ടെങ്കിലും ബാങ്ക് അക്കൗണ്ട് പരിഗണിക്കുന്നില്ല, നിങ്ങളുടെ ആധാർ നമ്പറാണ് പരിഗണിക്കുന്നത്. ഈ ആധാർ നമ്പർ കൃത്യമായി പരിശോധിച്ച് ഇതുമായി ബന്ധിപ്പിച്ചിട്ടുള്ള ബാങ്ക് അക്കൗണ്ട് ഏതാണോ ഇതിലേക്കായിരിക്കും ധനസഹായം കൈമാറുന്നത്. വായ്പാ ആവശ്യങ്ങൾക്കോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആവശ്യങ്ങൾക്കോ വേണ്ടി തുടങ്ങിയ ചില അക്കൗണ്ടുകളിലേക്ക് ഇങ്ങനെ പണം ലഭിക്കുന്നത് ചിലർക്ക് പിൻവലിക്കാൻ കഴിയാത്ത സ്ഥിതിയുമുണ്ട്. ഈ വിഷയങ്ങൾ പരിഹരിക്കുന്നതിനുള്ള ക്യാമ്പയിൻ നമ്മുടെ സംസ്ഥാനത്ത് കേന്ദ്ര സർക്കാർ നടത്തി വരുന്നുണ്ട്. ഇതിൽ ചില ആളുകളുടെ വീടുകളിൽ ഉദ്യോഗസ്ഥർ നേരിട്ടെത്തി ആനുകൂല്യം മുടങ്ങിയതിന്റെ കാരണം കൃത്യമായി ബോധിപ്പിക്കുമെന്നും ആനുകൂല്യം വീണ്ടെടുക്കാനുള്ള മാർഗങ്ങൾ നിർദ്ദേശിക്കുമെന്നാണ് അറിയിപ്പിൽ പറഞ്ഞിട്ടുള്ളത്. എന്നാൽ എല്ലാ മേഖലകളിലേക്കും എത്തിച്ചേരാൻ 16ാം ഗഡു വിതരണത്തിന്റെ മുൻപ് സാധിക്കാതെ വരാം. അതിനാൽ എല്ലാ PM കിസാൻ ഗുണഭോക്താക്കളും ഇതിനായി നിങ്ങൾ മുൻകൈയെടുക്കുകയാണ് വേണ്ടത്. നിങ്ങളുടെ അടുത്തുള്ള അക്ഷയ ഓൺലൈൻ സെന്ററുകളിൽ ചെന്ന് നിങ്ങളുടെ സ്റ്റാറ്റസ് പരിശോധിക്കുകയും ആനുകൂല്യം മുടങ്ങിയിട്ടുണ്ടെങ്കിൽ എന്ത് കാരണത്താലാണെന്ന് കണ്ടെത്തി അതിനായുള്ള ക്രമീകരണങ്ങളും തിരുത്തലുകളും ചെയ്യുക. പോസ്റ്റ് ഓഫീസ് അക്കൗണ്ട് തുടങ്ങുന്നതിലൂടെ ധനസഹായം പോസ്റ്റ് ഓഫീസ് അക്കൗണ്ടിലേക്ക് കൈമാറുന്ന രീതിയും കേന്ദ്ര സർക്കാർ അവസരങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. കിസാൻ സമ്മാൻ നിധിയുടെ 16ാം ഗഡു വിതരണം ഫെബ്രുവരി മാസം തുടങ്ങുമെന്നാണ് ആദ്യഘട്ട അറിയിപ്പുകൾ. ആനുകൂല്യം മുടങ്ങിയവർ എത്രയും പെട്ടെന്ന് ജനുവരി 31-ന് മുൻപ് തന്നെ സ്റ്റാറ്റസ് പരിശോധിച്ച് ക്രമീകരണങ്ങൾ വരുത്തി നഷ്ടപ്പെട്ട ധനസഹായം വീണ്ടെടുക്കുക. വളരെ പ്രധാനപ്പെട്ട ഒരു അറിയിപ്പാണ് നിങ്ങളുമായി പങ്കുവച്ചത്. ഇതുപോലെയുള്ള വിവിധ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ അറിയിപ്പുകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതിന് വേണ്ടി ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഉപയോഗിക്കുക. മറ്റൊരു പ്രധാന അറിയിപ്പുമായി വീണ്ടും കണ്ടുമുട്ടാം.